അടുത്തായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന 10ാമത്തെ എൻതാൽപ്പി, ദാറ്റ് ഈസ് ബോണ്ട് എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ. ഓക്കെ, എല്ലാവരും ഹെഡിങ് എത്തിക്കോളാം. റെഡി? ദാറ്റ് ഈസ് ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. നമ്മൾ എങ്ങനെയാണ് ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് പറയാ? ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് ബോണ്ട്. ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഡെൽറ്റ എച്ച് ബോണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻസ് മൈനസ് സിഗ്മ bond enthalpy of reactant minus sigma bond enthalpy of product. Okay, that is bond enthalpy of reaction കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. that is sigma bond enthalpy of reactant minus sigma bond enthalpy of product. അതായത് ഒരു റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് റിയാക്റ്റൻറ്റും ഉണ്ടാവും പ്രൊഡക്റ്റും ഉണ്ടാവും. അതിലെ ഓരോ റിയാക്റ്റൻറ്റുകളുടെയും ബോണ്ട് എൻതാൽപ്പിയുടെ വാല്യൂ സം ചെയ്തിട്ട് അതിൽ നിന്ന് പ്രൊഡക്റ്റുകളുടെ ബോണ്ട് എൻതാൽപ്പി ഓഫ് മൈനസ് ചെയ്ത് ഞാൻ കിട്ടുന്നതിനെയാണ് ആ റിയാക്ഷൻ്റെ ബോണ്ട് എൻതാൽപ്പി എന്നാണ് പറയുക. അതാണ് നമ്മുടെ 10ാമത്തെ എൻതാൽപ്പി, ദാറ്റ് ഈസ് ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഈസ് ഇറ്റ് ക്ലിയർ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇക്വേഷൻ എന്താ മക്കളെ? ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻസ് മൈനസ് സിഗ്മ ബോണ്ട് എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു പ്രോബ്ലം കാണിക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. റെഡി? ക്വസ്റ്റ്യൻ കാണിക്കാം. ദാറ്റ് ഈസ് C2H4 പ്ലസ് H2 gives C2H6. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. എന്താണ്? C2H4 പ്ലസ് H2 gives C2H6. ഓരോ ആൾക്കാരുടെ ബോണ്ട് എൻതാൽപ്പി തന്നിട്ടുണ്ട്. അതായത് ബോണ്ട് എൻതാൽപ്പി ഓഫ് ദാറ്റ് ഈസ് കാർബൺ ബോണ്ടിന്റെ വാല്യൂ ഉണ്ട്. കാർബൺ ബോണ്ട് ഞാൻ ഓരോന്നിന്റെ വാല്യൂ ഇപ്പോൾ ഞാൻ എടുക്കുകയാണ് ചുമ്മാ 100 കിലോ ജൂൾ പെർ മോൾ. ഇനി ഹൈഡ്രജൻ ബോണ്ട് ഒന്നുണ്ട്, ദാറ്റ് ഈസ് ഒരു 150 കിലോ ജൂൾ പെർ മോൾ. ഓക്കെ, ഇനി ഹൈഡ്രജൻ ബോണ്ടിൻ്റെ ഉണ്ട്, ദാറ്റ് ഈസ് ഒരു 200 കിലോ ജൂൾ പെർ മോൾ. അതേപോലെ ഇനി അടുത്ത് ഡബിൾ ബോണ്ട് C, ദാറ്റ് ഈസ് ഒരു 50 കിലോ ജൂൾ പെർ മോൾ. ഓക്കെ, എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ദാറ്റ് ഈസ് ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. റെഡി? അതായത് ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, ഓരോ ആൾക്കാരുടെയും ബോണ്ട് എൻതാൽപ്പീസിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ റിയാക്ഷൻ്റെ ബോണ്ട് എൻതാൽപ്പി കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങൾക്ക് ആ ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് സിഗ്മ ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻ്റ് മൈനസ് സിഗ്മ ബോണ്ട് എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ്. സിഗ്മ ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻ്റ് മൈനസ് സിഗ്മ ബോണ്ട് എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ്. സിഗ്മ ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻ്റ്, ഇയാളല്ലേ മക്കളെ റിയാക്റ്റൻ്റ്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ പിക്ചർ ഒന്ന് വരച്ച് നോക്കാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. C2H4 എന്ന് പറഞ്ഞാൽ 4H, C2H4 ഒരച്ച് എന്നൊക്കെ കാർബണിൻ്റെ വാലൻസി 4 ഇവിടെ 1 2 3 അപ്പോൾ ഇത് എന്ത് ബോണ്ടായിരിക്കും? ഡബിൾ ബോണ്ടഡ് ആയിരിക്കും. പ്ലസ് H2 എന്ന് പറയുമ്പോൾ HH gives C2H6 എന്ന് പറയുമ്പോൾ C2H6. ഓക്കെ, ഇതാണ് റിയാക്ഷൻ. C2H4 പ്ലസ് H2 gives C2H6. ഇനി C2H4 എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയാണ് നോക്കാം. അതായത് ഇതൊരു ഒരു CH ബോണ്ട്, രണ്ടാമത്തെ CH ബോണ്ട്, 3 4 CH ബോണ്ടുകളുണ്ട് അല്ലേ. അപ്പോൾ ഞാനിതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. 4 ഇൻറ്റു CH ബോണ്ടിൻ്റെ വാല്യൂ എന്താ? 4 ഇൻറ്റു 150 പ്ലസ്. ഇനി എന്താണ് മക്കളെ? ഒരു CC ഡബിൾ ബോണ്ട് ഉണ്ട്. ഒരു CC ഡബിൾ ബോണ്ട് വാല്യൂ എത്ര? ദാറ്റ് ഈസ് 50 പ്ലസ്. അപ്പോൾ ഇതും ഓക്കെ ആയി. ഇനി അടുത്ത എന്താ ഉള്ളത്? ഒരു HH ബോണ്ടുണ്ട്. ഒരു HH ബോണ്ടിൻ്റെ വാല്യൂ എന്താ? HHൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 200 മൈനസ്. അപ്പോൾ റിയാക്റ്റൻ്റ് സൈഡുകളെല്ലാം കണ്ടുപിടിച്ചു. അതായത് ഒരു CH ബോണ്ട്, 2 3 4 CH ബോണ്ട്, ഒരു CC ഡബിൾ ബോണ്ട്, പിന്നെ ഒരു HH സിംഗിൾ ബോണ്ട്. അടുത്ത C2H6 എടുത്തു കഴിഞ്ഞാലോ? C2H6 ഒരു CH ബോണ്ടാണ്. CH ബോണ്ട് 1 2 3 4 5 6 CH ബോണ്ട് ഉണ്ട്. അപ്പോൾ 6 ഇൻറ്റു CH ബോണ്ടിൻ്റെ വാല്യൂ എത്ര? CH ബോണ്ടിൻ്റെ വാല്യൂ 150 ആണ്. 150 പ്ലസ് ഒരു CC സിംഗിൾ ബോണ്ട് ഉണ്ട്. ഒരു CC സിംഗിൾ ബോണ്ടിൻ്റെ വാല്യൂ എത്ര? ദാറ്റ് ഈസ് 100
Is it clear? Yes. അപ്പോൾ എത്ര ഉണ്ടാവും? 150 into 4 എന്ന് പറയുമ്പോൾ 600 plus 200 plus 50, that is 250. Okay, minus 150 into 6, that is 300, 400, 600. 600 plus 100, that is 850 minus 700, that is 150 kilojoule per mole. അപ്പോൾ നമ്മൾ മക്കളെ 10ാമത്തെ എൻതാൽപ്പി ആയിട്ടുള്ള ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്നാണ് പഠിച്ചത്. ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്ഷനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻറ്റിൽ നിന്ന് ബോണ്ട് എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കൊരു റിയാക്ഷൻ്റെ ബോണ്ട് എൻതാൽപ്പി കിട്ടുന്നത് എന്നുള്ളതാണ്. ഈസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 11ാമത്തെ എൻതാൽപ്പിയിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. ദാറ്റ് ഈസ് ദ എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ ആണ്. എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹെഡിങ് ആയിരിക്കുക. ദാറ്റ് ഈസ് 11th enthalpy, that is called enthalpy of neutralization. Enthalpy of neutralization. മക്കളെ, എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത് എൻട്രൻസിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ. എൻട്രൻസിന് വേണ്ടിയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ. എൻട്രൻസുകൾക്കാണ് ചോദിക്കാറ്, ബോർഡ് എക്സാമുകൾക്കാണ് ചോദിക്കാറില്ല. പക്ഷേ എൻട്രൻസിന് ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. സം ബേസിക് കോൺസെപ്റ്റുമായിട്ട് നമുക്ക് ഹൈലി കണക്ട് ചെയ്യാൻ പറ്റുന്ന തെർമോഡൈനാമിക്സിൻ്റെ ഒരു എൻതാൽപ്പി കൂടിയാണ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ. അപ്പോൾ ഇത് വളരെ എൻട്രൻസിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എങ്ങനെയാണോ ഞാനിത് പറയുന്നത് അതുപോലെ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്ന വാക്ക് തന്നെ നിങ്ങൾക്ക് ആസിഡും ബേസും കൂടിച്ചേരുമ്പോഴാണ് അവിടെ ന്യൂട്രലൈസേഷൻ നടക്കുന്നുണ്ടാവുക, അല്ലേ? ന്യൂട്രലൈസേഷൻ നടക്കുന്നതാണ് ആസിഡും ബേസും തമ്മിൽ കൂടിച്ചേരുമ്പോഴാണ്. അപ്പോൾ എന്താണ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ എന്ന് വെച്ചാൽ എങ്ങനെയാണ് പറയുക? ഇറ്റ് ഈസ് ദ ഹീറ്റ് എനർജി റിലീസ്. ഇത് ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്ന അളവാണ്. എപ്പോൾ? when 1 gram equivalent of an acid is completely neutralized by 1 gram equivalent of a base in their dilute solution. 1 gram equivalent ആസിഡ് 1 gram equivalent ബേസുമായിട്ട് ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ അവിടെ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ എമൗണ്ടിനെയാണ് എന്ത് വിളിക്കുക? എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ എന്ന് പറയാം. ഒന്നുകൂടി പറഞ്ഞിട്ട്, 1 gram ഇക്വലൻ്റ് ആസിഡും 1 gram ഇക്വലൻ്റ് ബേസും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രലൈസ് ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ എമൗണ്ടിനെയാണ് ഇത് വിളിക്കുക? എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് ദ ഹീറ്റ് എനർജി റിലീസ്ഡ് വെൻ 1 gram ഇക്വലൻ്റ് ഓഫ് എൻ ആസിഡ് ഈസ് കംപ്ലീറ്റ്ലി ന്യൂട്രലൈസ്ഡ് ബൈ 1 gram ഇക്വലൻ്റ് ഓഫ് എ ബേസ് ഇൻ ദയർ ഡൈല്യൂട്ട് സൊല്യൂഷൻ. അപ്പോൾ എല്ലാവരും എഴുതിക്കട്ടെ. വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ? It is the heat energy released. It is the heat energy released when 1 gram equivalent of an acid is completely neutralized by 1 gram equivalent of a base in their dilute solution. Is it clear? What is enthalpy of neutralization? It is the heat energy release when 1 gram equivalent of an acid is completely neutralized by 1 gram equivalent of a base in their dilute solution. 1 gram equivalent ആസിഡ് 1 gram equivalent ബേസുമായിട്ട് ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ അവിടെ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ എമൗണ്ടിനെയാണ് വിളിക്കുക എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ എന്ന് പറയാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും എന്നാണ്. എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ, എൻതാൽപ്പി ഓഫ് neutralization is always നെഗറ്റീവ്. എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും എന്നുള്ള. ഇനി ഞാൻ മൂന്നാമതായിട്ട് പറയാൻ പോകുന്ന പോയിന്റാണ്. ഇതാണ് എൻട്രൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ. ദ പോയിന്റ് ഈസ്, അതായത് ഒരു സ്ട്രോങ് ആസിഡും ഒരു സ്ട്രോങ് ബേസും തമ്മിൽ കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രലൈസ് ചെയ്യുകയാണെങ്കിൽ അവിടെ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ വാല്യൂ അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ -57.1 kJ per mole ആയിരിക്കും എന്നുള്ളതാണ്. ഇങ്ങനെയാണ് പറയുക എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ ഓഫ് എ സ്ട്രോങ് ആസിഡ് ആൻഡ് എ സ്ട്രോങ് ബേസ്
is always a constant whose value is minus 57.1 കിലോ ജൂൾ പെർ മോൾ. നിങ്ങൾ ജൂളിൻ്റെ വാല്യൂയിൽ, അതായത് കിലോ ജൂളിലാണ് പറയുന്നതെങ്കിൽ -57.1 ജൂൾ പെർ മോൾ ആണ് വരിക. ഇനി മറിച്ച് നിങ്ങളുടെ കാലറിയിലാണ് പറയുന്നതെങ്കിൽ -13.7 കിലോ കാലറി പെർ മോളിലാണ് വരിക. ഈസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ അടുത്ത പോയിന്റ് ഇതാണ്. Enthalpy of neutralization of strong acid and a strong base. Strong acid and strong base is always constant whose value is minus 57.1 കിലോ ജൂൾ പെർ മോൾ, അല്ലെങ്കിൽ പറയാം -13.7 കിലോ കാലറി പെർ മോൾ. ഈ വാല്യൂ നിങ്ങൾ അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. ഒരു സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും തമ്മിൽ ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും അവിടെ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ വാല്യൂ -57.1 കിലോ ജൂൾ പെർ മോൾ ആയിരിക്കും, അല്ലെങ്കിൽ -13.7 കിലോ കാലറി പെർ മോൾ ആയിരിക്കും. 3 പോയിന്റുകളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. എന്താണ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞു. വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ? ഇറ്റ് ഈസ് ദ ഹീറ്റ് എനർജി റിലീസ് വെൻ 1 gram equivalent of an acid is completely neutralized by 1 gram equivalent of a base in their dilute solution. Enthalpy of neutralization is always negative. Enthalpy of neutralization of strong acid and a strong base is always constant, whose value is -57.1 kilojoule per mole, -13.7 kilocalorie per mole. Is it clear? അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാമുകളിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ കിടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷനെ കുറച്ച് പ്രോബ്ലംസ് നോക്കാം. വാല്യൂ പഠിച്ചു വെച്ചുള്ള -57.1 കിലോ ജൂൾ പെർ മോൾ. കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഉത്തരം തന്നിരിക്കുന്ന ഓപ്ഷൻസുകൾ കിലോ ജൂളിലാണെങ്കിൽ നിങ്ങൾ അവിടെ എടുക്കേണ്ട വാല്യൂ -57.1 ആണ്. ഇനി ഓപ്ഷൻസ് കാലറിയിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏതെടുക്കണം? -13.7 എടുക്കണം. ഈ ഓപ്ഷൻസ് ഏതിനകത്താണോ ആ തരത്തിലുള്ള വാല്യൂസുകളാണ് നിങ്ങൾ എടുക്കേണ്ടത്. കൂടുതലായിട്ടും എൻട്രൻസ് എക്സാമുകൾക്ക് വരാറുള്ളത് കിലോ ജൂളിൻ്റെ വാല്യൂവിലാണ് ചോദിക്കാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രോബ്ലംസിലേക്ക് കിടക്കാം. എല്ലാവരും റെഡി ആയിക്കോളൂ. പ്രോബ്ലംസ് റെഡി? ഒന്നാമത്തെ പ്രോബ്ലം റെഡി? ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് ദ എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ ഓഫ് calculate the heat energy released during the enthalpy of neutral. Calculate the heat energy released during the enthalpy of neutralization between 0.5 mole HCl and 0.5 mole KOH. This is the question. എല്ലാവർക്കും ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും. അതായത് 0.5 മോൾ HClഉം 0.5 മോൾ KOH തമ്മിൽ ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഹീറ്റ് എനർജി റിലീസ് ചെയ്യുമെന്നാണ് ചോദ്യം. കാൽക്കുലേറ്റ് ദ ഹീറ്റ് എനർജി റിലീസ്ഡ് ഡ്യൂറിങ് ദി ന്യൂട്രലൈസേഷൻ ബിറ്റ്വീൻ ദ 0.5 മോൾ HCl ആൻഡ് 0.5 മോൾ KOH. എങ്ങനെയാണ് മക്കൾ ഇതിന് ഉത്തരം ചെയ്യാം എന്ന് പറയാൻ പറ്റും? ഇതിന് ആൻസർ പറയാൻ പറ്റും? അതായത് വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ പറയുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ദ ഹീറ്റ് എനർജി റിലീസ്ഡ് വെൻ 1 gram equivalent of an acid is completely neutralized by 1 gram equivalent of a base. ഇതൊരു സ്ട്രോങ് ആസിഡ് ആണ്, അതൊരു സ്ട്രോങ് ബേസ് ആണ്. നിങ്ങൾക്കറിയാം സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ആണ് ന്യൂട്രലൈസേഷൻ സംഭവിക്കുന്നെങ്കിൽ അവിടെ -57.1 കിലോ ജൂൾ പെർ മോളാണ് റിലീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഞാൻ ഈ HClഉം KOH എടുക്കുകയാണ്, ഞാൻ 1 മോൾ എടുക്കുകയാണ്. അതായത് 1 മോൾ HClഉം 1 മോൾ KOH, 1 മോൾ HClഉം 1 മോൾ KOH തമ്മിലാണ് ന്യൂട്രലൈസേഷൻ നടക്കുന്നെങ്കിൽ അവിടെ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ വാല്യൂ -57.1 കിലോ ജൂൾ പെർ മോൾ ആവും. ശരിയല്ലേ? അതായത് സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും തമ്മിലാണ് ന്യൂട്രലൈസ് നടക്കുന്നെങ്കിൽ അവിടെ റിലീസ് ചെയ്യുന്നത് -57.1 ആവും. പക്ഷെ അത് 1 മോളും ആകുമ്പോഴാണ് അല്ലേ? ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് 0.5 മോളാണ്. അപ്പോൾ ഞാൻ ഇതിനെ ത്രൂ ഔട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഞാൻ ഇത് 0.5 മോളായി. അപ്പോൾ 0.5 മോൾ HClഉം 0.5 മോൾ KOH തമ്മിൽ ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ
ഇതിന് 1 മോൾ റിലീസ് ചെയ്യാൻ എത്ര വേണമെങ്കിൽ അതിൻ്റെ പകുതി റിലീസ് ചെയ്യാൻ അതിൻ്റെ പകുതി മതിയാവില്ലേ -57.1 ഡിവൈഡഡ് ബൈ 2 ദിസ് ഇസ് -28.5 ഉണ്ടാവും -28.5 കിലോ ജൂൾ പെർ മോൾ ഉണ്ടാവും. ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും. സിമ്പിൾ. 0.5 മോൾ HCl-ഉം 0.5 മോൾ KOH തമ്മിൽ ന്യൂട്രലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ വാല്യൂ -28.5 ആയിരിക്കും എന്നുള്ളതാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ദിസ് ഈസ് മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഞാൻ എൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പോവാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 0.5 മോൾ HCl-ഉം 0.5 മോൾ HCl-ഉം 0.3 മോള് KOH ആണെങ്കിൽ എത്ര ഹീറ്റ് എനർജി റിലീസ് ചെയ്യും? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ ഹീറ്റ് എനർജി റിലീസ്ഡ് ഡ്യൂറിംഗ് ദി എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ ബിറ്റ്വീൻ 0.5 മോൾ HCl ആൻഡ് 0.3 മോൾ KOH. എത്ര ഹീറ്റ് എനർജി റിലീസ് ചെയ്യും? ഇതാണ് എൻ്റെ ചോദ്യം. ആർക്കും ഉത്തരം പറയാൻ പറ്റുമോ? 0.5 മോൾ HCl-ഉം 0.3 മോൾ KOH ആണ്. ഞാൻ ഉത്തരം പറയട്ടെ, നോക്കാം. ഇവിടെ 0.5 മോൾ HCl ഉണ്ട്, ഇവിടെ 0.3 മോൾ KOH ഉണ്ട്. നിങ്ങൾക്കറിയാം 1 മോൾ HCl-ഉം 1 മോൾ KOH തമ്മിലാണ് ന്യൂട്രലൈസ് നടക്കുന്നതെങ്കിൽ അവിടെ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജി -57.1 കിലോ ജൂൾ ആവും. -57.1 കിലോ ജൂൾ പെർ മോൾ ആവും. 1 മോളും ആണെങ്കിൽ അങ്ങനെയാണ്. പക്ഷേ ഇവിടെ 0.5 മോളും ഇവിടെ 0.3 മോളും ആണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ ചാപ്റ്ററിന് സം ബേസിക് കോൺസെപ്റ്റുമായിട്ട് കണക്ഷൻ ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ സം ബേസിക് കോൺസെപ്റ്റിനകത്ത് പഠിച്ചൊരു ടോപ്പിക് ഉണ്ട്, ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ 0.3 മോളുണ്ട്, അതായത് 1 മോളുമായിട്ട് റിയാക്ട് ചെയ്യും, 2 മോളുമായിട്ട് റിയാക്ട് ചെയ്യും. ഇവിടെ 0.3യും ഇവിടെ 0.5 ഉണ്ടെങ്കിൽ ഇയാളല്ലേ കുറവുള്ളത്, ഇയാളുടെ 0.3ക്ക് ഇയാളുടെ 0.3 മാത്രമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള 0.2 റിയാക്ട് ചെയ്യുമോ? റിയാക്ട് ചെയ്യില്ല. അപ്പോൾ ഇയാൾ 0.3 ആയതുകൊണ്ട് ശരിക്കും അൾട്ടിമേറ്റ്ലി എത്ര റിയാക്ഷൻ നടക്കുള്ളൂ? ഇയാൾ 0.3 ലിമിറ്റിംഗ് റിയേജന്റ് ആയതുകൊണ്ട് ഇയാളുടെ 0.3 നടക്കുള്ളൂ. ശരിയല്ലേ? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ദിസ് 0.3 ഈസ് ദ ലിമിറ്റിംഗ് റിയേജന്റ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇയാൾ 0.3 ആണെങ്കിൽ ഇയാളുടെ 0.3 റിയാക്ട് ചെയ്യുള്ളൂ. അപ്പോൾ 0.3 മോൾ HCl-ഉം 0.3 മോൾ KOH-ഉം ആകുമ്പോൾ ഉത്തരം എത്ര ആയിരിക്കും? ദാറ്റ് ഈസ്, ഇപ്പോൾ മക്കളെ ഇവിടെ നേരത്തെ 0.5ഉം 0.5ഉം -57.1/2 അടിച്ചത് -57.1 × 0.5 അല്ലേ? ശരിയല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ 0.3 ഇവിടെ 0.3 ആണെങ്കിൽ -57.1 × 0.3 ചെയ്ത് നോക്കിയാൽ മതി. അത്രയും കിലോ ജൂൾ പെർ മോൾ ഉണ്ടാവും. ശരിയാണോ? റെഡി? ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ കിട്ടാൻ -17.1 കിലോ ജൂൾ പെർ മോൾ ഉണ്ടാവും. മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ 0.5ഉം ഇവിടെ 0.3 ആണെങ്കിൽ 0.3 ലിമിറ്റിംഗ് റിയേജന്റ് ആണ്. ഇത് ലിമിറ്റിംഗ് റിയേജന്റ് ആയതുകൊണ്ടാണ് ആ വാല്യൂ ഇവിടെ വരുന്നത്. ഓക്കെ, ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ നമ്പർ 2. പിടികിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ചെയ്യാൻ മനസ്സിലായി? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളാണ് എൻട്രൻസ് എക്സാമുകൾക്ക് ചോദ്യങ്ങളായിട്ട് വരിക. അതാണ് ഞാനൊരു ക്വസ്റ്റ്യൻ കൂടി കാണിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 3. ഉദാഹരണത്തിന് ഇത് 0.3യും ഇത് 0.2 ആണ് നോക്കാം. ഇത് 0.3യും ഇത് 0.2 ആണെങ്കിൽ ഈ 0.2 ആണ് പിന്നെ എന്തായിട്ട് വരിക മക്കളെ? പറ. ഈ 0.2 ആണ് ഇവിടുത്തെ എന്ത്? ലിമിറ്റിംഗ് റിയേജന്റ്. ശരിയല്ലേ? ഇയാൾ 0.2 ആണെങ്കിൽ ഇയാളുടെ 0.8 റിയാക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് എത്ര ഉണ്ടാവും? ദിസ് ഈസ് 0.2, ഇവിടെ എത്ര ആവും? 0.2. അപ്പോൾ ഇവിടെ ഇൻറ്റു എന്താ വരിക? ഇൻറ്റു 0.2 ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എത്ര ഉണ്ടാവുക വെച്ചാൽ അത്രയും കിലോ ജൂൾ പെർ മോൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, -57.1 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ കോൺസെൻട്രേഷനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ള ഒരു ലോജിക്കാണ് ഞാൻ ഈ പ്രോബ്ലത്തിനകത്തോടെ കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഇയാൾ 0.2ഉം ഇയാൾ 0.3 ആണെങ്കിൽ ഈ 0.2 മൾട്ടിപ്ലൈ, ഇയാൾ 0.1ഉം ഇയാൾ 0.3 ആണെങ്കിലോ 0.1ഉമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, റിസൾട്ട് ക്ലിയർ? സംഭവം മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 3. ഇനി ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എൻതാൽപ്പി ന്യൂട്രലൈസേഷൻ്റെ ലെവൽ 1 പ്രോബ്ലംസ് ആണ്. ഇനി ഞാൻ എൻതാൽപ്പി ന്യൂട്രലൈസേഷൻ്റെ ഒരു ലെവൽ 2 പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, ഒരു നീറ്റ് ലെവലിലൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിലേക്കാണ് ഇനി അടുത്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ്റെ ഒരു ലെവൽ 2 പ്രോബ്ലം നോക്കാം. ലെവൽ 2 പ്രോബ്ലം ഇതേപോലെ തന്നെയാണ്. കാൽക്കുലേറ്റ് ദ ഹീറ്റ് എനർജി റിലീസ്ഡ് ഡ്യൂറിങ് ദ എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ ബിറ്റ്വീൻ, ചോദ്യം ഇതാണ്, ദാറ്റ് ഈസ് 100 ml 0.2 molar HCl and 200 ml 0.3 molar KOH. This is the question. The question,
100 ml 0.2 molar HCl ആൻഡ് 200 ml 0.3 molar KOH. 100 ml 0.2 molar HCലും 200 ml 0.3 molar KOH തമ്മിൽ ന്യൂട്രലൈസ് ചെയ്താൽ എത്ര ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്നതാണ് ചോദ്യം. പറയാൻ പറ്റുമോ മക്കളെ? അപ്പോൾ അതെങ്ങനെ ചെയ്യും നോക്കാം. റെഡി? 100 ml ആദ്യം നമുക്ക് HCl നോക്കാം. HCl നോക്കാം. ആരാ ലിമിറ്റിംഗ് റിയേജന്റ് നോക്കാം, അയാളുടെ വാല്യൂ കണ്ടുപിടിക്കാണ്ട്. അപ്പോൾ ആദ്യം ഞാൻ HCl കണ്ടുപിടിക്കും. HCl 100 ml 0.2 molar ആണ് അല്ലേ? 0.2 molar. Molar means molarity. Molarity is the number of moles of solute by volume of a solution in liter. Liter എന്ന് പറഞ്ഞാൽ 1000 ml. അപ്പോൾ 1000 ml അതായത് ഒരു ലിറ്ററിനകത്ത് 0.2 molar ആണ്. ശരിയല്ലേ? അപ്പോൾ ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ml ആണ്. 1000 ml 0.2 molar ആണ്. നമുക്കിവിടെ വെച്ചിരിക്കുന്നത് 100 ml ആണ്. അപ്പോൾ 100 ml ആണെങ്കിലോ ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പോൾ ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.02 മോളാർ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ്റെ വാല്യൂ 0.02 ആണ്. അതേപോലെ അപ്പുറത്തുള്ളതും കണ്ടുപിടിക്കും. ആരാണോ ചെറുത് അതാണ് ലിമിറ്റിംഗ് റേഞ്ച്, അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ KOHൻ്റെ കണ്ടുപിടിക്കും. യെസ്, KOHൻ്റെ ഇതേപോലെ തന്നെ 0.3 മോളാർ മീൻസ് 1 ലിറ്ററിനകത്ത് 0.3. യെസ്, അങ്ങനെയാണെങ്കിൽ 1000 ml-നകത്ത് 0.3. നമുക്ക് 200 ml കണ്ടുപിടിക്കും. അപ്പോൾ ഞാൻ 1 ml കണ്ടുപിടിച്ചു. 1 ml തന്നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെയും 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 0.3 ഡിവൈഡഡ് ബൈ 1000. കണ്ടുപിടിക്കേണ്ടത് 200 ml ആണ്. അപ്പോൾ ഇൻറ്റു 200 അടിച്ചാൽ മതി. 200 ml ആകുമ്പോൾ 1 × 200 അല്ലേ 200. അപ്പോൾ ഇവിടെയും 200 മൾട്ടിപ്ലൈ ചെയ്യാം. 0.3 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 200. ഇസ് ഇറ്റ് ക്ലിയർ? ഇത് രണ്ടും വെട്ടി. 0.3 × 0.2 0.6. 0.6 by 10 that is 0.06. 0.06 മോളാർ. ഇവിടെ 0.02, അവിടെ 0.06. ഏതാ ചെറുത്? 0.02 ഇസ് ചെറുത്. അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്താണ്? ദിസ് ഈസ് ദ ലിമിറ്റിംഗ് റിയേജൻ. അങ്ങനെയാണെങ്കിൽ എന്താൽപ്പി ന്യൂട്രലൈസേഷൻ്റെ വാല്യൂ എന്തായിരിക്കും മക്കളെ? പറ. ദാറ്റ് ഈസ് 0.02 × -57.1 kJ/mol. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ദാറ്റ് ഈസ് -1.14 kJ/mol. വാല്യൂസൊക്കെ എല്ലാവരും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടോ. ഇതാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ സാധനം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ. ക്ലിയർ ആയിട്ടുണ്ടോ? ചെയ്യുന്ന മനസ്സിലായിട്ടുണ്ടോ? 100 ml 0.2 മോളാർ HCലും 200 ml 0.3 മോളാർ KOH തമ്മിൽ ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ വാല്യൂ -1.14 kJ/mol ആണ് കിട്ടുക. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നമുക്ക് ഒരൊറ്റ എക്സാമ്പിൾ കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കാം. അടുത്തൊരു എക്സാമ്പിൾ ഞാൻ അതിനകത്ത് ചെറിയൊരു വേരിയേഷൻസ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അടുത്തൊരു എക്സാമ്പിൾ കൂടി കാണിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്. ദാറ്റ് ഈസ് 200 ml 0.1 മോളാർ H2SO4. അടുത്ത എന്താ? 150 ml 0.2 മോളാർ KOH. യെസ്, രണ്ടെണ്ണാൾ. 200 ml 0.1 മോളാർ H2SO4, 150 ml 0.2 മോളാർ KOH. അപ്പോൾ ഇവിടെ H2SO4 ഉണ്ട്, ഇവിടെ KOH. അത് ഞാൻ KOHനെ കണ്ടുപിടിക്കാം. റെഡി? KOHൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 1 ലിറ്ററിനകത്ത് 0.2 മോളാർ, അതായത് 1000 ml-നകത്ത് 0.2 മോളാർ എന്ന് പറഞ്ഞാൽ നമുക്ക് 150 ml കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1 ml 0.2 ഡിവൈഡഡ് ബൈ 1000. അങ്ങനെയാണ് 150 ml-നകത്ത് 0.2 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 150. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി കിട്ടുന്നത് 0.03 കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് 15 × 0.2 ദാറ്റ് ഈസ് 0.3. അപ്പോൾ 0.03 കിട്ടും. ഓക്കെ, അതുപോലെ H2SO4 കണ്ടുപിടിക്കാം. നിങ്ങൾക്കറിയാം 1 ലിറ്ററിനകത്ത് 0.1, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. 0.1 1000 ml-നകത്ത് 0.1. അങ്ങനെയാണെങ്കിൽ 1 ml-നകത്ത് 0.1 ബൈ 1000. അങ്ങനെയാണെങ്കിൽ 200 ml-നകത്ത് 0.1 ബൈ 1000 ഇൻറ്റു 200.
ഓക്കെ 2 ഇവിടെ കിട്ടി. അപ്പോൾ 0.2/10 ദാറ്റ് ഈസ് 0.02. ശരിയല്ലേ? കാണുന്നുണ്ടാവും. ഇത് 0.02, അത് 0.03. ഇങ്ങനെ വന്ന് സ്വാഭാവികമായിട്ടും നമ്മളിതിലെ ചെറുത് ലിമിറ്റിംഗ് റിയേജൻറ്റ് 0.02 ആകുമ്പോൾ 0.02 -57.1 അടിച്ചാൽ സംഭവം തെറ്റും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ 0.02 കിട്ടി. ശരിയല്ലേ? 0.02. നിങ്ങളുടെ ദിസ് ഈസ് H2SO4 ആണ്. H2SO4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 2 H+ ഉണ്ട്. ഒരു H+ൻ്റെ കോൺസെൻട്രേഷൻ ആണ് 0.02. അപ്പോൾ അങ്ങനെ 2 ഉണ്ടാകുമ്പോൾ 0.02 × 2 ദാറ്റ് ഈസ് 0.04 ആയിട്ട് മാറും. നേരത്തെ അടുത്ത HCl-നകത്ത് ഒരൊറ്റ H+ ഉള്ളായിരുന്നു. ഇവിടെ H2SO4-നകത്ത് 2 H+ ഉണ്ട്. അപ്പോൾ × 2 അടിച്ചാൽ 0.04 ആയി. ഇത് 0.04 അത് 0.03 ആകുമ്പോൾ ഇയാൾ എന്തായി മാറി? പറ. ഇയാൾ ലിമിറ്റിംഗ് റിയേജൻ്റായി മാറി. അപ്പോൾ വാല്യൂ എത്രയായി? ഹീറ്റ് എനർജി റിലീസ് -57.1 × 0.03. അത്രയും kJ/mol ഉണ്ടാവും. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് എൻതാൽപ്പീസിനെ കുറിച്ച് പറഞ്ഞു. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, എൻതാൽപ്പി ഓഫ് കമ്പഷൻ, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, എൻതാൽപ്പി ചേഞ്ചസ് ഡ്യൂറിങ് ഫേസ് ട്രാൻസ്ഫോർമേഷൻ, എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ, എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ, ലാറ്റൈസ് എൻതാൽപ്പി. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ദെൻ എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ, ബോണ്ട് എൻതാൽപ്പി. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള എൻതാൽപ്പീസുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ടോപ്പിക്കിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എല്ലാ എൻതാൽപ്പികളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ കിടക്കാൻ പോകുന്ന ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്കാണ് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് ഓഫ് സമ്മേഷൻ. ഓക്കെ, മക്കളെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തായിട്ട് കിടക്കാൻ പോകുന്നത് സെക്ഷൻ നമ്പർ 5-ലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. നിങ്ങൾക്ക് എൻട്രൻസിനായാലും ബോർഡ് എക്സാമിനായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് കോൾഡ് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് ഓഫ് സമ്മേഷൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും കെട്ടിങ്ങിരിക്കുക. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓക്കെ, ദാറ്റ് ഈസ് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് ഓഫ് സമ്മേഷൻ. സൈഡിൽ മാർക്ക് വെച്ചോളൂ. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓക്കെ, ബോർഡ് എക്സാമിനായിക്കോട്ടെ എൻട്രൻസ് എക്സാമിനായിക്കോട്ടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലോ ആണ് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് ഓഫ് സമ്മേഷൻ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ഹെസ്സസ് ലോ എന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. മക്കൾ, എന്താണ് ഹെസ്സസ് ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു റിയാക്ഷൻ വേണമെങ്കിൽ ഒരു സ്റ്റെപ്പിൽ നടക്കാം, അതല്ലെങ്കിൽ ഒരുപാട് സ്റ്റെപ്പിൽ നടക്കാം. ഒരു റിയാക്ഷൻ വേണമെങ്കിൽ ഒരു സ്റ്റെപ്പിൽ നടക്കാം, അതല്ലെങ്കിൽ ഒരുപാട് സ്റ്റെപ്പിൽ നടക്കാം. ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടക്കുകയാണെങ്കിലും ഒരുപാട് സ്റ്റെപ്പിൽ നടക്കുകയാണെങ്കിലും ഈ രണ്ടെണ്ണത്തിൻ്റെയും എൻതാൽപ്പി ചേഞ്ചിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും എന്ന് പറയുന്ന ലോനെ വിളിക്കുന്ന പേരാണ് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് ഓഫ് സമ്മേഷൻ. എന്താണ്? ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പ് നടന്നാലും ഒരുപാട് സ്റ്റെപ്പ് നടന്നാലും രണ്ടിൻ്റെയും എൻതാൽപ്പി ചേഞ്ചിൻ്റെ വാല്യൂ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം സെയിം ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിൽ വാല്യൂയിൽ എന്തുണ്ടാവില്ല? ചേഞ്ച് ഉണ്ടാവില്ല എന്ന് പറയുന്ന ലോനെയാണ് എന്ത് വിളിക്കുക? ലോ ഓഫ് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് ഓഫ് സമ്മേഷൻ എന്ന് പറയും. ഇങ്ങനെയാണ് പറയുക. അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ദർ ഈസ് നോ ചേഞ്ച് ഇൻ എൻതാൽപ്പി when the reaction is conducted in a single step or in a number of steps. That is, net enthalpy change of a reaction is a constant. Is it clear? എന്ന് പറഞ്ഞാൽ according to law of conservation of energy there is no change in enthalpy when the reaction is conducted in a single step or in a number of steps. That is, the net enthalpy change of a reaction is a constant. സിമ്പിൾ. ദിസ് ഈസ് കോൾഡ് ഹെസ്സസ് ലോ. ബോർഡ് എക്സാമിനൊക്കെ 2 മാർക്കിന് ഡിഫൈൻ ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് ഓഫ് സമ്മേഷൻ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഹെസ്സസ് ലോയുടെ ഡെഫിനിഷൻ എഴുതും, എന്നിട്ട് അത് എക്സാമ്പിളായിട്ട് ഞാനൊരു സാധനം കൂടി കാണിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അത് 2 കൂടി എഴുതി വെക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹെസ്സസ് ലോയുടെ ഡെഫിനിഷൻ എഴുതിക്കോളൂ. വാട്ട് ഈസ് ഹെസ്സസ് ലോ? എങ്ങനെയാണ് പറയാം? അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി according to law of conservation of energy there is no change in enthalpy when the reaction is conducted in a single step over several step or number of step.
Is it clear? According to law of conservation of energy, there is no change in enthalpy when the reaction is conducted in a single step or several steps. That is, net enthalpy change of a reaction is a constant. Net enthalpy change of a reaction is a constant. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹെസസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് ഓഫ് സമ്മേഷൻ എന്നാണ് പറയുക. അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ വാട്ട് ഈസ് ഹെസസ് ലോ? ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പ് നടന്നാലും ഒരുപാട് സ്റ്റെപ്പ് നടന്നാലും രണ്ടിൻ്റെ എൻതാൽപ്പി ചേഞ്ചിൻ്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ എൻതാൽപ്പി ചേഞ്ചിൽ എന്തുണ്ടാവില്ല? വ്യത്യാസം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ലോയെ വിളിക്കുന്ന പേരാണെന്ത്? ഹെസസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് ഓഫ് സമ്മേഷൻ. തവണ കൂടി പറഞ്ഞു നോക്കാം, എന്നിട്ട് നമുക്ക് ഞാനൊരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, there is no change in enthalpy when the reaction is conducted in a single step or in a several step. That is, net enthalpy change of reaction is a constant. അങ്ങനെയാണെങ്കിൽ ഞാനിതിലൊരു എക്സാമ്പിൾ കാണിക്കാം. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഹെസസ് ലോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും കൂടെ ഇതാ, അതായത് എൻ്റെ കയ്യിൽ എ എന്ന് പറയുന്ന ഒരു റിയാക്റ്റൻ്റ് ഉണ്ട്. ഈ എ എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് ഞാനിതിനെ ഇ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റുകയാണ്. എന്താക്കി മാറ്റുന്നത്? ഇ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആക്കി മാറ്റുക. എ എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് ഞാൻ ഇ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നത് എത്ര സ്റ്റെപ്പിലൂടെയാണ് മക്കളെ? ഒരൊറ്റ സ്റ്റെപ്പിലൂടെയാണ്. ഇവിടെ ഒരു സ്റ്റെപ്പാണ് നടക്കുന്നത്. ഈ എ എന്ന് പറയുന്ന റിയാക്റ്റൻറ്റിനെ ഞാൻ ഇ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നത് ഒരു സ്റ്റെപ്പിലൂടെയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിൻ്റെ വാല്യൂ ഡെൽറ്റ എച്ച് അത് ഒരു എക്സ് ആണ് എന്ന് നോക്കാം. എന്താണ്? എക്സ്. ഇസ് ഇറ്റ് ക്ലിയർ? എ ഇ ആയിട്ട് മാറിയത് ഒരു സ്റ്റെപ്പിലൂടെയാണ്. എൻതാൽപ്പി ചേഞ്ചിൻ്റെ വാല്യൂ എക്സ് ആണ്. ഞാൻ ഇതേ റിയാക്ഷനെ തന്നെ ഇവിടെ ഒരു സ്റ്റെപ്പിലൂടെ നടന്ന് ഞാൻ ഒരുപാട് സ്റ്റെപ്പിലൂടെ നടത്താൻ പോവാണ്. ദ സെയിം റിയാക്റ്റൻ എ, ഇവിടെ ഉണ്ടായിരുന്ന ഈ എ എന്ന് പറയുന്ന റിയാക്റ്റനെ ഞാൻ ആദ്യം ബി ആക്കി മാറ്റി. ആദ്യം എന്താക്കി? ബി ആക്കി. അപ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിൻ്റെ വാല്യൂ ഒരു സ്മോൾ ലെറ്റർ എ ആണെന്ന് വിചാരിക്കാം. സ്മോൾ ലെറ്റർ എ. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ബി എന്ന് പറയുന്ന ആൾ എന്താക്കി മാറ്റി? സി ആക്കി. അപ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിൻ്റെ വാല്യൂ ഒരു സ്മോൾ ലെറ്റർ ബി ആണെന്ന് വിചാരിക്കാം. എന്തായാലും കിലോ ജൂൾ പെർ മോൾ കേട്ടോ. എക്സ് കിലോ ജൂൾ പെർ മോൾ, എ ബി ഒക്കെ കിലോ ജൂൾ പെർ മോളാണ്. അടുത്ത സ്റ്റെപ്പിൽ സീനെ ഞാൻ എന്താക്കി? ഡി ആക്കി. അപ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിൻ്റെ വാല്യൂ ഒരു സി കിലോ ജൂൾ പെർ മോളാണ് നോക്കാം. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഈ ഡി എന്ന് പറയുന്ന റിയാക്റ്റൻറ്റിനെ ഞാൻ ഇ എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് ആക്കി മാറ്റി. യെസ്. അപ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിൻ്റെ വാല്യൂ അതൊരു ഡി ആണ് എന്നും വെക്കാം. എ ബി ആകും ഉണ്ടാകുന്നത് എ, ബി സി ആകും ഉണ്ടാകുന്ന ബി, സി ഡി ആകും ഉണ്ടാകുന്ന സി, ഡി ഇ ആകും ഉണ്ടാകുന്ന ഡി ആണല്ലോ. ഇപ്പോൾ ഇവിടെ എ ഇ ആയിട്ട് മാറിയത് ഒരു സ്റ്റെപ്പിലൂടെയാണ്. അപ്പോൾ എൻതാൽപ്പി ചേഞ്ചിൻ്റെ വാല്യൂ എക്സ് ആണെങ്കിൽ ഇവിടെ എ എന്ന് പറയുന്നത് ഇ ആയിട്ട് മാറിയ എത്ര സ്റ്റെപ്പിലൂടെയാണ്? 4 സ്റ്റെപ്പിലൂടെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹെസസ് ലോ പറയുന്നത് ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടന്നാലും ഒരുപാട് സ്റ്റെപ്പ് നടന്നാലും രണ്ടിൻ്റെ എൻതാൽപ്പി ചേഞ്ചിൻ്റെ വാല്യൂ എന്താവും? സെയിം ആവും. എന്ന് പറഞ്ഞാൽ ഈ എക്സ് എന്തിന് ഈക്വലായിരിക്കും? ഇവരുടെ സമ്മിന് ഈക്വലാവും. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡിക്ക് ഈക്വലായിരിക്കും. ഈ ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഹെസസ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് ഓഫ് സമ്മേഷൻ എന്നാണ് പറയുക. എന്താ പറയുക? ഹെസസ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് ഓഫ് സമ്മേഷൻ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വാട്ട് ഈസ് ഹെസസ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് ഓഫ് സമ്മേഷൻ. ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പ് നടന്നാലും ഒരുപാട് സ്റ്റെപ്പ് നടന്നാലും രണ്ടിൻ്റെ എൻതാൽപ്പി ചേഞ്ചിൻ്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നുള്ളതാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇത് വളരെ പ്രധാനപ്പെട്ട തെർമോഡൈനാമിക്സിനകത്തുള്ള ഒരു ലോയാണ്. ദാറ്റ് ഈസ് ഹെസസ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് ഓഫ് സമ്മേഷൻ. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് ഹെസസ് ലോയാണ്.